ആദ്യഘട്ടത്തിൽ കുടുംബയോഗങ്ങളിലും വീടുകയറിയുള്ള പ്രചരണങ്ങളിലും തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന UDF രണ്ടാം ഘട്ടത്തിൽ പ്രചരണത്തിന്റെ ഗിയർ മാറ്റാൻ ഒരുങ്ങുകയാണ്. കോൺഗ്രസിന്റെ പ്രചരണം കൊഴുപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ കണ്ണൂരിലിറക്കാനാണ് നീക്കം. AICC നിർവാഹക സമിതി അംഗം KC വേണുഗോപാലുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും പ്രിയങ്കയുടെ ഉത്തരേന്ത്യയിലെ പര്യടനം കഴിഞ്ഞാൽ കണ്ണൂരിലേക്ക് വരുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മത്സരം നടക്കുന്ന കണ്ണൂർ, വടകര മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കണ്ണൂർ മുതൽ തലശ്ശേരി വരെയാണ് പ്രിയങ്ക റോഡ് ഷോ നടത്തുക. ഇവരോടൊപ്പം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെയും പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളം വഴിയാണ് പ്രിയങ്ക എത്തുക. കോൺഗ്രസ് രക്തസാക്ഷി ഷുഹൈബിന്റെ കുടുംബാംഗങ്ങളെയും ഇവർ സന്ദർശിച്ചേക്കും. പ്രിയങ്കയെ കൂടാതെ നടി ഖുഷ്ബു, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തുടങ്ങിയ നേതാക്കളെയും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ LDFന്റെ രണ്ട് പ്രമുഖ നേതാക്കൾ ഇതിനകം തന്നെ കണ്ണൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി പോയി കഴിഞ്ഞു. പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടുമാണ് ഇതിനകം പര്യടനം നടത്തിയത്. രണ്ടാം ഘട്ടത്തിൽ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പ്രതീക്ഷിക്കുന്നത്. കനയ്യകുമാർ, ഷബാന ഹാഷ്മി തുടങ്ങിയ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും കണ്ണൂരിൽ പ്രചരണത്തിനിറങ്ങിയേക്കും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും തൊട്ടടുത്തുള്ള കണ്ണൂരിൽ ആവേശത്തിന് കുറവുമൊന്നുമില്ല. വൈകിയെങ്കിലും K സുധാകരൻ സ്ഥാനാർത്ഥിയായതോടെ ആദ്യത്തെ അമാന്തം പിന്നീട് അതിവേഗമുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. കണ്ണൂരും വടകരയിലും അതിശക്തമായ പിന്തുണയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിന് നൽകുന്നത്. പ്രവാസികളെ നാട്ടിലെത്തിച്ച് പരമാവധി വോട്ട് പോൾ ചെയ്യാൻ ലീഗ് പ്രവാസി സംഘടനയായ KMCC തീവ്ര പ്രയത്നം നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.